വയനാട് പുൽപ്പള്ളി വണ്ടിക്കടവിൽ കടുവയുടെ ആക്രമണത്തിൽ 65കാരൻ കൊല്ലപ്പെട്ടു. ദേവർഗദ്ദ ഉന്നതിയിലെ കൂമൻ മാരനാണ് മരിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വണ്ടിക്കടവ് കന്നാരംപുഴയുടെ ഓരത്തു നിന്ന് വിറകു ശേഖരിക്കാനെത്തിയതായിരുന്നു കൂമൻ എന്ന് വിളിക്കുന്ന മാസ്തിമാരനും സഹോദരി കുള്ളിയും. വനാതിർത്തിയിൽ വെച്ച് കടുവ കൂമനെ വലിച്ചിഴച്ച് 3/4 കിലോമീറ്റർ കൊണ്ടുപോയി. ഒരു ഒച്ച കേട്ടപ്പോൾ അവിടെയുള്ള ആള് വിളിച്ചിട്ട് മാസ്റ്റേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ അയാൾ പറയാ പേടിക്കണ്ട കൊണ്ടുപോയി എന്ന്. ഞാൻ പറഞ്ഞു എന്താന്ന് പറഞ്ഞപ്പോൾ കടുവ കൊണ്ടുപോയി എന്ന്. ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം എത്തിച്ച മൃതദേഹം കൊണ്ടുപോകാൻ നാട്ടുകാർ അനുവദിച്ചില്ല. ഒരു ചക്കനെ മുഴുവൻ കടിച്ച് തിന്നു തീർത്തതാ. നിങ്ങൾക്കറിയോ, നിങ്ങൾ കണ്ടിട്ടില്ല ബോഡി, അതൊക്കെ കണ്ടിട്ടുള്ള ആളുകളാണ് ഞങ്ങള്. അപ്പോഴും ഞങ്ങൾ ചോദിക്കുന്നത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളുമായി ചർച്ച നടത്തി. ധനസഹായ തുക 10 ലക്ഷം രൂപയിൽ നിന്ന് 6 ലക്ഷം രൂപ ഉടൻ നൽകും. മകന് വനം വകുപ്പിൽ താൽക്കാലിക ജോലി നൽകാനും തീരുമാനം. ഈ അച്ഛൻ മരിച്ചുമായിട്ട് ബന്ധപ്പെട്ട ഈ ദുഃഖാചരണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വരികയാണെങ്കിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സഹോദരിക്കും വേണ്ട ഒരു സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ടും അവർക്ക് മറ്റു തരത്തിലുള്ള ഒരു മോറൽ സപ്പോർട്ടും ഞങ്ങൾ കൊടുക്കുന്നതാണ്. ഈ സ്ഥിരമായിട്ടൊരു നിയമനം എന്നുള്ളത് അത് സർക്കാരിന്റെ പരിഗണനയിൽ പലപ്പോഴും നമ്മൾ കൊണ്ടുവരാറുന്നതാണ്. അതിന് ഒരു പ്രഷർ വീണ്ടും ചെലുത്തുന്നതിൽ ഇക്കാര്യത്തിൽ നമ്മൾ ശ്രമിക്കുന്നതാണ്. കുറിച്യാട് റേഞ്ചിന് കീഴിലാണ് കടുവ ആക്രമണം ഉണ്ടായത്. മൂടക്കൊല്ലിയിൽ പ്രജീഷ്, പഞ്ചാരക്കൊല്ലിയിൽ രാധ, ഒടുവിൽ ദേവർഗദ്ദയിൽ കൂമൻ എന്ന മാസ്തിമാരൻ. കടുവകളുടെ ആക്രമണത്തിനിരയായി കൊല്ലപ്പെടുന്നവരുടെ എണ്ണമേറുന്നത് ആശങ്കാജനകം. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള പ്രജനനകാലം അതിനിർണായകം. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.